ഈ മാസത്തെ തന്നെ അഞ്ചാമത്തെ IPO റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ IPOയിലെല്ലാം വീഡിയോ കണ്ട് പഠിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് അത് കിട്ടിയവർക്ക് മോർ ദാൻ 100% റിട്ടേൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇപ്പോൾ ബാക്കി നിൽക്കുന്ന IPO മുന്നിലേക്ക് വരാനുള്ള IPO അതുപോലെ തന്നെ നല്ല നല്ല റിട്ടേൺസ് എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു വളരെ നല്ല IPO ആയിട്ട് വന്നിരിക്കുന്നത് ഏഞ്ചൽ ബ്രോക്കിംഗ് ലിമിറ്റഡ് ആണ്. നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളവരാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വിവിധ ബ്രോക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പങ്കെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് സിറോദയും അപ്സ്റ്റോക്സുമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ബ്രോക്കറാണ് ഏഞ്ചൽ ബ്രോക്കിംഗ്. നമ്മുടെ ഇടയിൽ പലരും ഉപയോഗിക്കുന്നുമുണ്ടാകും. അപ്പോൾ അവരാണ് ഇപ്പോൾ IPOയുമായിട്ട് വന്നിരിക്കുന്നത്. എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, നമ്മളെല്ലാം ഉപയോഗിക്കുന്ന നമുക്ക് അറിയുന്ന ഒരു ബ്രാൻഡിന്റെ IPO വരുമ്പോൾ അത് വേറെ തന്നെ ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ സ്റ്റൈലില് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന കമ്പനിയെ പറ്റിയും ഇതിന്റെ ഈ IPOനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ IPO എന്താണെന്നും അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും അതിൽ നിന്ന് നല്ല ബെനിഫിറ്റ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ IPOനെ പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി അതുമല്ല, നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മുഴുവനായിട്ട് പഠിക്കാനുള്ള ഒരു കോഴ്സ് നമ്മളിവിടെ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക്, അതിന്റെ പ്ലേലിസ്റ്റിലേക്കുള്ള ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് പങ്കെടുക്കാനായിട്ട് ഒരു ഡിമാറ്റ് കം ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ₹1 പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. സിറോദയിലും അപ്സ്റ്റോക്സിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചു തന്നെ കാണുക. ഏഞ്ചൽ ബ്രോക്കിംഗ് ലിമിറ്റഡിനെ പറ്റി കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. എപ്പോഴത്തെ പോലെയും ആദ്യം ഡിസ്ക്ലെയിമർ ആണ്, നമ്മളിത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി IPOന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത് അത് ഇന്നാണ്. 22 സെപ്റ്റംബറിന് ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു. മറ്റന്നാള് 24 സെപ്റ്റംബർ വരെ IPO ഓപ്പൺ ആണ്. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ അലോട്ട്മെന്റ് നടക്കുന്നത്, അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഡിസിഷൻ നമുക്ക് അറിയുന്നത് 29 സെപ്റ്റംബറിനാണ്. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കമ്പനി ഏഞ്ചൽ ബ്രോക്കിംഗ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് 5 ഒക്ടോബറിനാണ്. ഈ ഒരു IPO വഴി ഏഞ്ചൽ ബ്രോക്കിംഗ് റേസ് ചെയ്യുന്നത് 600 കോടി രൂപയാണ്. ഈ ഷെയറിന്റെ പ്രൈസ് ബാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ 305 രൂപ മുതൽ 306 രൂപ വരെയാണ് ഒരു ഷെയറിന് നിശ്ചയിച്ചിരിക്കുന്ന വില. നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും 306 രൂപ, അതായത് പ്രൈസ് ബാൻഡിന്റെ അപ്പർ ലിമിറ്റിലാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ലോട്ട് സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലോട്ടില് 49 ഷെയർ ആണ് വരുന്നത്. അതായത് 14,994 രൂപ, നിയർലി 15,000 രൂപ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു IPOയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം അത്ര ക്വാണ്ടിറ്റി എങ്കിലും എടുക്കേണ്ടി വരും. മാക്സിമം ലോട്ട് സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 13 ലോട്ട്സ് ഉണ്ട്. 637 ഷെയർ വരും. നിയർലി 1,90,95,000 രൂപ ചിലവാക്കേണ്ടി വരും. എഗെയിൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓവർ സബ്സ്ക്രൈബ് ആകും ഈ IPO എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലോട്ടിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം അത്ര മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ വിശദമായിട്ട് ഈ IPOന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് 600 കോടി രൂപ ഇവർ റേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആ പൈസ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളതാണ്. അവിടെ കാണാൻ പറ്റുന്നത് 300 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. 600 കോടി രൂപയിലെ 300 കോടി രൂപ കമ്പനിയിലേക്ക് തന്നെ പോകും, കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. ബാക്കിയുള്ള 300 കോടി രൂപ ഓഫർ ഫോർ സെയിൽ ആണ്. അത് ഈ കമ്പനിയുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ വിറ്റിട്ട് അവരിലേക്കാണ് ആ പൈസ പോകുന്നത്. അപ്പോൾ മേജർ ചോദ്യം എന്ന് പറയുന്നത്, കമ്പനിയിലേക്ക് പോകുന്ന ഈ 300 കോടി രൂപ എങ്ങനെ കമ്പനി ഉപയോഗിക്കും? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ IPO എന്താണ്? 2 റീസൺസ് ആണ് മേജർലി ഇവർ കാണിച്ചിട്ടുള്ളത്. ഒന്ന്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. 2, ജനറൽ കോർപ്പറേറ്റ് പർപ്പസസ് ആണ്. വളരെ ജനറിക് ആയിട്ടുള്ള 2 പർപ്പസസ് ആണ് ഇവരിവിടെ കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ഒന്നും കാണിച്ചിട്ടില്ല. ഈ IPO നടക്കുന്നതിന് മുമ്പ് പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയിൽ നിയർലി 55% IPO കഴിഞ്ഞിട്ട് ഇവർ ഷെയർ എല്ലാം വിറ്റതിന് ശേഷം പ്രൊമോട്ടറിന്റെ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞിട്ട് 47.67% എത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് IPO എന്നും എന്തിന് IPO ചെയ്യുന്നു എന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വളരെ നാച്ചുറലി എന്താണ് ഇവരുടെ ബിസിനസ് എന്താണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് അറിയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെ അറിഞ്ഞാൽ പോരല്ലോ, നമ്മളിവിടെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ഇതിനകത്തുള്ള സ്പെസിഫിക് ബിസിനസ് വെർട്ടിക്കൽസ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എവിടെ നിന്നാണ് എത്ര പൈസ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയാണ്, ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. എഗെയിൻ നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരിക, ഇവർ 4th ലാർജസ്റ്റ് ആണെങ്കിൽ 1st, 2nd, 3rd പൊസിഷനിൽ ആരാണെന്നല്ലേ?
ഞാൻ പിന്നീട് അതിനെപ്പറ്റി വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും അധികം വെയിറ്റ് ചെയ്യിക്കാതെ തന്നെ ഇപ്പൊ തന്നെ പറയാം. ഫസ്റ്റ് നിൽക്കുന്നത് സിറോദയാണ്, സെക്കൻഡ് നിൽക്കുന്നത് ICICI സെക്യൂരിറ്റീസ് ആണ്, തേർഡ് നിൽക്കുന്നത് അപ്സ്റ്റോക്സ് ആണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഞാൻ ആദ്യം മുതൽ തന്നെ സിറോദയും അപ്സ്റ്റോക്സും റെക്കമെൻഡ് ചെയ്യാൻ കാര്യം ഇവരാണ് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബ്രോക്കേഴ്സ് എന്നത് കൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, സെക്കൻഡ് പൊസിഷനിൽ ICICI സെക്യൂരിറ്റീസ് ഇല്ലേ, അതിനെ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്തില്ല എന്ന്. ICICI സെക്യൂരിറ്റീസ് നമുക്ക് അറിയുന്നത് പോലെ ഒരു ഫുൾ സർവീസ് ബ്രോക്കറാണ്. ഒരു മയവും ഇല്ലാത്ത ചാർജസും ബ്രോക്കറേജും കാര്യങ്ങളുമാണ് അവർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ICICI സെക്യൂരിറ്റീസിനെ റെക്കമെൻഡ് ചെയ്യാനത്. അപ്പോൾ അതിനെടുത്ത് മാറ്റുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ബ്രോക്കേഴ്സിനെ തന്നെയാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ പേഴ്സണലി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഫോർത്ത് പൊസിഷനിലാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് നിൽക്കുന്നത്. ഇനി ഏഞ്ചൽ ബ്രോക്കിംഗിന്റെ ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മേജർ 4 ഡിഫറെന്റ് ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് അത് സ്റ്റോക്ക് ബ്രോക്കിംഗും അഡ്വൈസറിയും തന്നെയാണ്. അത് തന്നെയാണ് ഇവരുടെ മേജർ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഇവരുടെ 75% റവന്യൂ വരുന്നത്. ബാക്കി 25% റവന്യൂ വരുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് 3 വെർട്ടിക്കൽസിൽ നിന്നാണ്. അതിൽ ഒന്ന് മാർജിൻ ഫണ്ടിങ് ആണ്. അതായത് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് അവർക്ക് കൊളാറ്ററൽ വെച്ചുകൊണ്ട് അതിന് അഗേൻസ്റ്റ് ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിനാണ് മാർജിൻ ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാർജിൻ ഫണ്ടിങ് ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് അവരൊരു തുക ഈടാക്കാറില്ലേ, അതിൽ നിന്നും അവർക്ക് മോശമല്ലാത്തൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൽ വരാ? ഏഞ്ചൽ ബ്രോക്കിങ്ങിലൂടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റും, ഇൻഷുറൻസ് വാങ്ങാൻ പറ്റും. അപ്പോൾ അതുമെല്ലാം ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. നാലാമത്തെ ബിസിനസ് വെർട്ടിക്കൽ കാണാൻ പറ്റുന്നത് ലോൺ അഗൈൻസ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഹോൾഡിംഗ്സിൽ കുറേ സ്റ്റോക്കും മറ്റ് സെക്യൂരിറ്റീസും ഉണ്ടെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിന് ആ സ്റ്റോക്ക് എല്ലാം നമുക്ക് കൊളാറ്ററൽ വെച്ചുകൊണ്ട് അതിന് അഗൈൻസ്റ്റ് ലോൺ എടുക്കാൻ പറ്റും. ആ ലോൺ നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടിയും ഉപയോഗിക്കാം. ഇത് ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ കീഴിൽ തന്നെയുള്ള ഒരു സബ്സിഡറി ഉണ്ട്, ഏഞ്ചൽ ഫിൻകാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സബ്സിഡറി ഉണ്ട്. അതിലൂടെയാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് ജനറലി ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. എന്നാൽ നമുക്കറിയുന്ന ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേസിലൂടെ അവർക്ക് കിട്ടുന്നത് 75% റവന്യൂ ആണ്. പിന്നീട് പറഞ്ഞ ഈ 3 വെർട്ടിക്കൽസിൽ നിന്നാണ് ബാക്കി 25% റവന്യൂ ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇവരുടെ പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നിയർലി 11%. അത്ര അടിപൊളിയൊന്നും പറയാനില്ല. എന്നാൽ മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രീനെ അനലൈസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മാർജിൻ റിലേറ്റഡ് കുറേ അധികം കാര്യങ്ങൾ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടാറുണ്ട്. എന്നാലും എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ ഒരു ബിസിനസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് നമ്പേഴ്സിലേക്ക് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1996 മുംബൈയിലാണ്. നമ്പേഴ്സിലേക്ക് ഇനി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 4th ലാർജസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ ആണ്. ഇന്ന് ഇന്ത്യയിലെ ആക്റ്റീവ് ട്രേഡേഴ്സിന്റെ ക്ലയന്റ് ബേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ മാർക്കറ്റ് ഷെയർ ഉള്ളത് 6.3% ആണ്. അതുപോലെ തന്നെ ഇവരുടെ കീഴിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ ജൂൺ 2020 എൻഡിംഗിൽ എടുത്ത കണക്ക് പ്രകാരം 21.5 ലാക്ക് അക്കൗണ്ട്സ് ആണ് ഇവരുടെ കീഴിലുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു കാര്യം കാണാൻ പറ്റുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇവർ സ്റ്റാർട്ട് ചെയ്ത 1996 അതായത് ഈ ഒരു സ്പേസിലുള്ള ഒരു പഴയ കമ്പനിയാണ്. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സീനിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ടെക്നോളജി ഉപയോഗിച്ചുള്ള നല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഷിഫ്റ്റ് എന്തായാലും ഈ കമ്പനിക്ക് ആവശ്യമുണ്ടായിരുന്നു. നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ ഈ കമ്പനി ഒരു ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിജിറ്റലിനെ ഇവർ നല്ല രീതിയിൽ ലെവറേജ് ചെയ്യുന്നുണ്ടെന്നും കാണാൻ പറ്റുന്നുണ്ട്. അതിനെ പറ്റിയും വിശദമായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇവരുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലോസ്ലി ഫാമിലി റൺ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മിസ്റ്റർ അശോക് ഡി തക്കറും മിസ്റ്റർ ദിനേഷ് ഡി തക്കറുമാണ് കമ്പനിനെ തുടക്കകാലം മുതൽ ഇന്ന് വരെ ലീഡ് ചെയ്യുന്നത്. മിസ്റ്റർ ദിനേഷ് ഡി തക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വളരെ വലിയ കാർ എന്തൂസിയാസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇദ്ദേഹം ഓൺ ചെയ്യുന്ന കാർ ഫ്ലീറ്റ് കാണുകയാണെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാർ എന്തൂസിയാസ്റ്റ് തീർച്ചയായിട്ടും ഒന്ന് നോക്കി നിന്ന് പോകും. ടീം തീർച്ചയായിട്ടും സ്ട്രോങ് ആണ്. ശക്തമായ ഒരു മാർക്കറ്റ് എക്സ്പെർട്ടീസ് ഉണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇനി മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സൈസിനെ പറ്റിയും ഇൻഡസ്ട്രി അനാലിസിസും ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് സൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞാനിപ്പോൾ ഫണ്ട്ഫോളിയോനെ ഒരു കമ്പനി ആക്കിയിട്ട് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സും സർവീസും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്? ഈ ഒരു മാർക്കറ്റിന്റെ പുറത്ത് ഞാനും ബുള്ളിഷ് ആണ്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പുറത്തും സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറിന്റെ പുറത്തും അതാണല്ലോ ഇവിടെ ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ അതിന്റെ പുറത്ത് ഞാൻ ബുള്ളിഷ് ആണ്. മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഒരു മാർക്കറ്റ് ഗ്രോ ചെയ്യും. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതേ ടാർഗറ്റ് മാർക്കറ്റ് തന്നെയാണ് സിറോദക്കും അപ്സ്റ്റോക്സിനും ഇൻഫാക്ട് ഏഞ്ചൽ ബ്രോക്കിങ്ങിനും എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫണ്ട്ഫോളിയോ ലോഞ്ച് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞ നമ്പറാണ്. US-ലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിലെ 30%, 40%, 50% ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നമ്പർ
1%-നും 2%-നും ഇടയിൽ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം അതിശക്തമായിട്ട് മാത്രമേ കൂടുകയുള്ളൂ. അങ്ങനെ കൂടുകയാണെങ്കിൽ ഈ കമ്പനികൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ ബിസിനസ് കിട്ടുന്നതായിരിക്കും. എഗെയിൻ വളരെ സ്പെസിഫിക്കലി ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ആക്റ്റീവ് അക്കൗണ്ട്സിന്റെ ഒരു പ്രോപ്പർ ഡേറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് കാണാൻ പറ്റുന്നു എന്ന് മനസ്സിലാകുന്നു. 2015 മുതൽ 2020 വരെ നോക്കുകയാണെങ്കിൽ 18% CAGR ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ഗ്രോത്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലെ റവന്യൂ ഗ്രോത്ത്, എല്ലാ കമ്പനികളുടെ റവന്യൂ എടുത്തുകൊണ്ട് അവരുടെ ഗ്രോത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ റവന്യൂ ഗ്രോ ചെയ്തിരിക്കുന്നത് നിയർലി 10% CAGR. മുന്നിലേക്ക് പോകുമ്പോൾ 11% to 12% CAGR ഗ്രോത്ത് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അതും വളരെ നല്ല നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ ബ്രോക്കേഴ്സിനെയും എടുത്തു വെച്ചിട്ട് ആവറേജ് ഡെയിലി ടേൺ ഓവർ എന്ന ആ ഒരു നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ 34% CAGR ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മുന്നിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ എണ്ണവും കൂടി വരുന്നുണ്ട്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ബ്രോക്കറേജ് എമൗണ്ട്, ആ ഒരു റവന്യൂ ഗ്രോ ചെയ്യുന്നുണ്ട്. അവര് ട്രേഡ് ചെയ്യുന്ന ആ ഒരു ടേൺ ഓവറും കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്പേഴ്സിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രി വളരെ നല്ല രീതിയിൽ മുന്നിലേക്ക് ഗ്രോ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യണമെങ്കിൽ എനിക്കറിയാം കുറച്ച് സമയം ഞാൻ എടുക്കുന്നുണ്ടെന്ന്, എന്നാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റയും നമ്പേഴ്സും ഇൻസൈറ്റ്സുമാണ്. എന്തായാലും കുറച്ച് പേര് ഇതൊക്കെ കാണുന്നുള്ളൂ. കാണുന്നവർ വളരെ നല്ല രീതിയിൽ കാണട്ടെ. കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് ഇന്ത്യയിലെ റീറ്റെയിൽ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയുടെ കഥ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ 1994 വരെ ഓപ്പൺ ഔട്ട്ക്രൈ സിസ്റ്റത്തിലാണ് ബ്രോക്കിംഗ് ഇൻഡസ്ട്രി നടന്നുകൊണ്ടുള്ളത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഗഫ്ല മൂവി കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് 1994 വരെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വർക്ക് ചെയ്തത് NSE എല്ലാം ട്രേഡിംഗ് ഫ്ലോറിൽ നിന്നിട്ട് ഒച്ച വെച്ചിട്ടും ബഹളം വെച്ചിട്ടും കയ്യും കലാശവും എല്ലാം കാണിച്ചിട്ടുള്ളതായിരിക്കും. ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതായത് കുറേ അധികം ആൾക്കാർ ആ ട്രേഡിംഗ് ഫ്ലോറിൽ നിൽക്കുന്നുണ്ടാകും. ഒരാൾക്കൊരു സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ അയാൾ ആ സ്റ്റോക്ക് വിൽക്കാനുണ്ടെന്ന് വിളിച്ച് പറയലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 1994 വരെ ഈ സിസ്റ്റം ആയിരുന്നു. അതിനാണ് ഓപ്പൺ ഔട്ട്ക്രൈ സിസ്റ്റം എന്ന് വിളിച്ചത്. 1994 NSE വന്നു. അപ്പോഴാണ് ഓൺലൈൻ വഴി ഒരു സിസ്റ്റം എല്ലാം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരുന്നത്. സ്ക്രീൻ ബേസ്ഡ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം വരുന്നത് 1994 അപ്പോൾ അന്ന് അത് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ വലിയൊരു റെവല്യൂഷൻ ആയിരുന്നു. വളരെ വലിയ രീതിയിൽ ബ്രോക്കിംഗ് ഇൻഡസ്ട്രി അന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2005 എല്ലാം കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ ട്രേഡിംഗ് എന്നൊരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. അന്നും അത് പോപ്പുലറൈസ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് പോപ്പുലറൈസ് ആകുന്ന ഇൻഫാക്ട് 2010 2015 എല്ലാം കഴിഞ്ഞിട്ടാണ്. എല്ലാവരിലേക്കും, എല്ലാ റീറ്റെയിൽ പാർട്ടിസിപ്പൻസിലേക്കും അവരുടെ മൊബൈലിലേക്ക് ട്രേഡിംഗ് പവർ എത്തിച്ചു കൊടുക്കുന്ന ഒരു നെക്സ്റ്റ് റെവല്യൂഷൻ ആയിട്ടായിരുന്നു മൊബൈൽ ട്രേഡിംഗ് വരുന്നത്. അന്നും എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ റെവല്യൂഷൻ ആണ് നടന്നത്. അന്ന് വരെ നമുക്കറിയുന്ന പോലെ വലിയ വലിയ ബ്രോക്കിംഗ് നെയിംസ് എല്ലാം മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ICICI ഉണ്ടായിരുന്നു, HDFC ഉണ്ടായിരുന്നു, കോട്ടക് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഏഞ്ചൽ ബ്രോക്കിംഗും ജിയോജിത്തും പോലുള്ള കമ്പനീസ് ഉണ്ടായിരുന്നു. എന്നാൽ മൊബൈൽ ബേസ്ഡ് ട്രേഡിംഗ് ആയപ്പോൾ വളരെ നല്ല ടെക്നോളജിയുമായിട്ട് സിറോദയും അപ്സ്റ്റോക്സും എല്ലാം സീനിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കംപ്ലീറ്റ് മാർക്കറ്റ് തന്നെയാണ് ഡിസ്റപ്റ്റ് ചെയ്തു പോയത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ഇവർ പറയുന്നത് മുന്നിലേക്ക് പോകുമ്പോൾ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഇനിയും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഓട്ടോമേറ്റഡ് ആൽഗോ ട്രേഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ട്രേഡിംഗ്, അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് കൂടി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കഥ മനസ്സിലാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ്ലി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2015 സിറോദയും അപ്സ്റ്റോക്സും എല്ലാം എൻ്റർ ചെയ്ത് റെവല്യൂഷനൈസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അത് എങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു അവർ വളരെയധികം നല്ല ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് തന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അവർ ചെയ്തത് അവർ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിലെ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം അതിന് മുൻപ് വരെ നമുക്കറിയാം ഏഞ്ചൽ ബ്രോക്കിംഗ് അടക്കമുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് നമ്മളെ റീറ്റെയിൽ പാർട്ടിസിപ്പൻസിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എത്ര രൂപക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും അതിന്റെ പുറത്ത് ഒരു പെർസെന്റേജ് ബേസിസിലാണ് അവർ ബ്രോക്കറേജും കമ്മീഷനും എല്ലാം ഈടാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ എത്ര അധികം രൂപക്ക് സ്റ്റോക്ക് വാങ്ങുന്നോ അത്ര അധികം ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോഴാണ് സിറോദ എല്ലാം സീനിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിനെ കൊണ്ടുവന്നത്. ഒരു ഫ്ലാറ്റ് ഫീ ബേസ് ചെയ്തിട്ടുള്ള ബ്രോക്കറേജ് സിസ്റ്റം. അതായത് അവർ പറഞ്ഞത് നിങ്ങൾ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും സ്റ്റോക്ക് വാങ്ങിച്ചോളൂ, നമുക്ക് 20 രൂപ മാത്രം തന്നാൽ മതി. ശരിക്കും ഇതായിരുന്നു ലോജിക്കലായിട്ടുള്ള കാര്യം. അതായത് സിറോദ ആണെങ്കിലും ഏതൊരു ബ്രോക്കർ ആണെങ്കിലും അവരുടെ ബാക്ക് എൻഡിൽ വരുന്ന കോസ്റ്റ് അത് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ രൂപക്ക് സാധനം വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ ബ്രോക്കറേജ് വാങ്ങുന്നതിന് ഒരു ലോജിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിലാണ്
ഈ ഏഞ്ചൽ ബ്രോക്കിംഗ് അടക്കമുള്ള പല കമ്പനീസും നമ്മുടെ ഇന്ന് പൈസ ഈടാക്കിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വന്നിട്ട് വളരെ നല്ല രീതിയിൽ ഇന്ത്യയിലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഈ മേഖലയെ വളരെയധികം ബെറ്റർ ആക്കി തന്നത്. റിലയൻസ് ജിയോ വന്ന് ടെലികോം ഇൻഡസ്ട്രിയിൽ റെവല്യൂഷൻ ഉണ്ടാക്കിയത് പോലെയാണ് ഏറെക്കുറെ സിറോദയും അപ്സ്റ്റോക്സും പോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ റെവല്യൂഷൻ കൊണ്ടുവന്നത്. ഈ ഒരു കഥ മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു നല്ല കാര്യമുണ്ട്. അതായത് ഏഞ്ചൽ ബ്രോക്കിംഗ് തുടക്കകാലം മുതൽ ഈ ഒരു ആദ്യം മുതലുള്ള സിസ്റ്റം മുതൽ ഉള്ള ഒരു കമ്പനിയാണ്. അതിനിടയിൽ ഇൻഡസ്ട്രിയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ് ആദ്യം മുതൽ ഉള്ള കമ്പനികളിലെ മാറ്റങ്ങൾ വന്നപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പിടിച്ചു നിന്ന ഒരു കമ്പനി. അത് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ടെക്നോളജി വന്നു, അതുപോലെ തന്നെ ഈ ബ്രോക്കറേജിന്റെ ഫീസ് ഈടാക്കുന്നതിന്റെ രീതി മാറിയെന്ന്. ഏഞ്ചൽ ബ്രോക്കിംഗ് വളരെ നല്ല രീതിയിൽ ഈ രണ്ട് പുതിയ മാറ്റങ്ങളെയും അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവരവരുടെ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളിയൊന്നും അല്ല എങ്കിലും മോശമല്ലാത്തൊരു ട്രേഡിംഗ് സിസ്റ്റം അവരുടെ ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് എൻഡിൽ മൾട്ടിപ്പിൾ ടെക്നോളജി ഡാഷ്ബോർഡ്സും അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ പഴയ ചൂഷണം ചെയ്യുന്ന ആ ഒരു റവന്യൂ മോഡൽ മാറ്റിയിട്ട് അവരും ഒരു ഫ്ലാറ്റ് ഫീ ബേസ്ഡ് മോഡലിലേക്ക് വന്നിട്ടുണ്ട്. അവരും ഇപ്പോൾ ഡെലിവറി സീറോ ബ്രോക്കറേജിൽ ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേയിലേക്ക് ഫ്ലാറ്റ് 20 റുപ്പീസിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മൾ വായിക്കേണ്ടത് ICICI സെക്യൂരിറ്റീസ് പോലെ, ജിയോജിത്ത് പോലെ, അല്ലെങ്കിൽ HDFC സെക്യൂരിറ്റീസ് പോലെ ഇപ്പോഴും പഴയ ആ മോശമായിട്ടുള്ള ആ ഒരു റവന്യൂ മോഡൽ പിടിച്ചിരിക്കുന്നവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽ ബ്രോക്കിംഗ് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ മാറുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇനി നമ്മൾ ഈ കമ്പനിയുടെ ഏഞ്ചൽ ബ്രോക്കിംഗിന്റെ റിസ്കുകളെ പറ്റിയും സ്ട്രെങ്ത്തുകളെ പറ്റിയും സംസാരിക്കുകയാണെങ്കിൽ, റിസ്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ റിസ്ക് സെബിയുടെ റെഗുലേഷൻസ് തന്നെയാണ്. നമുക്ക് അറിയുന്നതാണ്, സെബി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. അതെല്ലാം തീർച്ചയായിട്ടും അത് ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ മാത്രമല്ല ഏതൊരു ബ്രോക്കിംഗ് റിലേറ്റഡ് കമ്പനീനെ അഫക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ റിസ്ക്, ഈ അടുത്തൊരു ചെറിയ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, റീറ്റെയിൽ പാർട്ടിസിപ്പൻസിന് ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ് വരുന്നു എന്നുള്ളത്. സിറോദയുടെ നിതിൻ കമ്മത്ത് എല്ലാം ഇതിനെ അഗേൻസ്റ്റ് ശക്തമായി പറഞ്ഞതാണ്. ഇതൊരിക്കലും ഈ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എഗൈൻ ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ മാത്രമല്ല എല്ലാ ബ്രോക്കിംഗ് കമ്പനീസിനെ ശക്തമായിട്ട് അഫക്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ റിസ്ക് ടെക്നോളജിയാണ്. സിറോദയും അപ്സ്റ്റോക്സും ഫയേഴ്സും പോലുള്ള ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള യങ് കമ്പനീസ് അത് ശക്തമായിട്ട് ടെക്നോളജിയിൽ മുന്നിലേക്ക് പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗ് ഒക്കെ പിന്നിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു റിസ്ക് തന്നെയാണ്. നാലാമത്തെ റിസ്ക് കോമ്പറ്റീഷൻ ആണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് തന്നെ എത്രയോ അധികം ബ്രോക്കേഴ്സ് ആണ് നിലനിൽക്കുന്നത്. അപ്സ്റ്റോക്സും സിറോദയും ഏറ്റവും ബെസ്റ്റ് ബ്രോക്കേഴ്സ് ആണ്. നമ്മൾ അവരിൽ തന്നെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ പുതിയ പുതിയ ചെറിയ ബ്രോക്കേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മാർക്കറ്റ് പിടിക്കാനായിട്ട് എന്തൊക്കെയോ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറെ അധികം പ്രൈസിംഗ് വാർ നടക്കുന്നുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ്, പേടിഎം പോലും ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇങ്ങനെ കുറെ അധികം ആൾക്കാർ വന്നിട്ട് ഈ ഒരു മേഖല വളരെയധികം കോമ്പറ്റീറ്റീവ് ആവുകയാണെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നാച്ചുറലി എല്ലാവരും അവരുടെ ബ്രോക്കറേജ് കുറച്ച് കൊണ്ടുവരും. ഇപ്പൊ 20 റുപ്പീസ് ഫ്ലാറ്റ് എന്നുള്ളത് പ്രോബബ്ലി എല്ലാവരും കുറച്ച് 15ലേക്ക് കൊണ്ടുവരും. പിന്നെ ചിലപ്പോൾ കുറച്ച് 10ലേക്ക് കൊണ്ടുവരും. ഓൾറെഡി ആരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കമ്പനികളുടെ എല്ലാം പ്രോഫിറ്റ് മാർജിൻ കുറയുകയാണ് സംഭവിക്കുക. അത് ഒരിക്കലും ഈ ഒരു ഇൻഡസ്ട്രിക്ക് നല്ല കാര്യമല്ല. എസ്പെഷ്യലി ഏഞ്ചൽ ബ്രോക്കിങ്ങിന് നല്ല കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു കാര്യം എനിക്ക് അവിടെ പറയാനുള്ളത്, പലപ്പോഴും പല കമ്പനികളും പല ഓഫറുമായിട്ട് വരാറുണ്ട്. എന്നാൽ ഇത് നമ്മൾ നമ്മുടെ പൈസ ഇട്ടുകൊണ്ട് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വളരെ നല്ലൊരു കമ്പനീനെ മാത്രം എപ്പോഴും സെലക്ട് ചെയ്യുക. ഒരു 5-10 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ അവിടെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരു വളരെയധികം നല്ല ബ്രാൻഡ് നെയിം ഉള്ള വളരെ റിലേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കമ്പനീനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. രണ്ടാമത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1996 മുതലുള്ള എല്ലാവരുടെയും ഇടയിൽ ഇന്ത്യയിൽ ഒട്ടാകെ വളരെ നല്ല ബ്രാൻഡ് നെയിമുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പനിക്ക് സ്ട്രെങ്ത് ആണ്. രണ്ടാമത്തെ കാര്യം, ഇവരെ വളരെ നല്ല രീതിയിൽ ഡിജിറ്റൽ മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലായി അവരുടെ ഓഫ്ലൈൻ സ്റ്റോറുകൾ കൊണ്ടോ റീറ്റെയിൽ സ്റ്റോർ ഇട്ടിട്ടോ മുന്നിലേക്ക് പോകുമ്പോൾ കസ്റ്റമേഴ്സിനെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിവറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മോഡലിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി ഡിജിറ്റലി ആണ് ഇപ്പോൾ അവർ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതും കസ്റ്റമേഴ്സിന്റെ സർവീസസ് കൊടുക്കുന്നതും. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇവര് അഡ്വൈസറി സർവീസസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സിറോദയിലേക്കോ അപ്സ്റ്റോക്സിലേക്കോ മറ്റ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലേക്കോ നോക്കുകയാണെങ്കിൽ അഡ്വൈസറി സർവീസസ് ഒന്നും അവർ കൊടുക്കുന്നില്ല. എന്നാൽ ഏഞ്ചൽ ബ്രോക്കിംഗ് അഡ്വൈസറി സർവീസസ് കൂടി കൊടുക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ അഡ്വൈസറി സർവീസസ് കൊടുക്കുന്നു എന്നുള്ളത്
പേപ്പറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ ഞാൻ പേഴ്സണലി എടുത്തിട്ടുള്ളപ്പോൾ അത്ര നല്ല അഡ്വൈസറി സർവീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ടെക്നോളജി ഒരു റിസ്ക് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ടെക്നോളജിനെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഇവർ പറയുന്നത് ഞാൻ ഉപയോഗിച്ചപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല, അവരുടെ ആപ്പ് ഉപയോഗിച്ചപ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നുമല്ല എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ളത്. എന്നാലും ഇവർ അവകാശപ്പെടുന്നത് ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീമൊക്കെ വളരെ സ്ട്രോങ് ആണെന്നും മുന്നിലേക്ക് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ 3 വർഷത്തെ റവന്യൂവിന്റെയും പ്രോഫിറ്റിന്റെയും ഗ്രോത്ത് ആണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പേടിപ്പിക്കുന്ന കാര്യം നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 2018 മുതൽ 2020 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ കുറഞ്ഞിട്ടാണുള്ളത്, പ്രോഫിറ്റും കുറഞ്ഞിട്ടാണുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2015 കഴിഞ്ഞപ്പോഴാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എല്ലാം സീനിലേക്ക് എൻ്റർ ചെയ്ത് സീറോദയും അപ്സ്റ്റോക്സും എല്ലാം ഇന്ന് ഗ്രോ ചെയ്യുന്നത് 100% മുകളിലുള്ള CAGR-ലാണ്. അവിടെയാണ് ഇവര് കമ്പാരിറ്റീവ്ലി വളരെയധികം ചെറിയ ഗ്രോത്ത് പെർസെന്റേജിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംഭവിച്ചപ്പോൾ കുറേയധികം കസ്റ്റമേഴ്സും ഈ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ഫീസ് ഈടാക്കുന്ന ഏഞ്ചൽ ബ്രോക്കിംഗ് പോലുള്ള കമ്പനീസിൽ നിന്ന് വിട്ടിട്ട് സീറോദയിലേക്കും അപ്സ്റ്റോക്സിലേക്കും പോയി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരുടെ റവന്യൂ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം കാര്യമാണിത്. എന്നാൽ ഇപ്പോൾ IPO സംബന്ധിച്ച് ഇവരുടെ പ്രൊമോട്ടേഴ്സിന്റെ കുറേയധികം ഇന്റർവ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ഇന്റർവ്യൂസിലും ഇവർ പറയുന്നത് ഇവരും സീറോദയും അപ്സ്റ്റോക്സും എല്ലാം പോലെയുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ മോഡലിലേക്ക് മാറിയിട്ടുണ്ട്, ഇവരും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ ഇവർ നല്ല ഗ്രോത്ത് തിരിച്ചെടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ആ പറയുന്നത് ആക്ച്വലി ഇവർ ഡേറ്റ കൊണ്ട് വാലിഡേറ്റും ചെയ്യുന്നുണ്ട്. 2001 ഇതുവരെയുള്ള ഈ ഒരു ഒറ്റ ക്വാർട്ടറിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ട് ഇവരുടെ നമ്പേഴ്സ് തിരിച്ച് കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കൊറോണ വന്നപ്പോൾ കുറേയധികം അക്കൗണ്ട്സ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു, ഇവർ ഹെവിലി മാർക്കറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഒറ്റ ക്വാർട്ടറിൽ നടന്ന ഫിനോമിനൻ മാത്രമാണോ ഇതെന്ന് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല നമ്പേഴ്സ് തീർച്ചയായിട്ടും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ 11% ROE റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 15%. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ PE അത് 27. നമുക്കറിയുന്ന കാര്യമാണ് സ്റ്റോക്ക് ബ്രോക്കിംഗിലെ കുറേയധികം കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ PE കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അധികം ഓവർ വാല്യൂഡ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന കമ്പനിയെ പറ്റിയും ഇന്ത്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റിയും മോശമല്ലാത്ത നല്ലൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ സെക്ഷനിലേക്ക് നമുക്ക് എത്താം. വെർഡിക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഗെയിൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ആവർത്തന വിരസതയുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന IPO ആണ്, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷൻ നമുക്ക് മാറ്റി വെക്കാം. ഞാനും ആ ഒരു റീസണിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ പെർസ്പെക്ടീവിലേക്ക് ഏഞ്ചൽ ബ്രോക്കിംഗിലേക്ക് അപ്ലൈ ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. അതായത് ഈ ഒരു ഇൻഡസ്ട്രി അതിമനോഹരമാണ്, മുന്നിലേക്ക് പോകുമ്പോൾ വളരെ സ്ട്രോങ്ലി ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കുറേയധികം കോമ്പറ്റീഷൻ കൂടിയുണ്ട്. കുറെ കമ്പനീസ് ഓൾറെഡി ഉണ്ട്, കുറെ പുതിയ കമ്പനീസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസിംഗ് വാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈസിംഗ് വാർ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയും, അങ്ങനെ പ്രോഫിറ്റ് കുറയും, അങ്ങനെ കുറച്ച് കൺസേൺസ് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി നന്നായി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, ഡിജിറ്റൽ സ്പേസിനെ നന്നായി ലെവറേജ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഇനി മുന്നിലേക്ക് വരുന്ന കമ്പനീസിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏഞ്ചൽ ബ്രോക്കിംഗിന്റെ നല്ലൊരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട്, അവർ അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ നല്ലൊരു ടെക്നോളജി ടീം ഉണ്ട്. അതുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടിയാൽ തന്നെ മോശമല്ലാതെ ഇപ്പോൾ കാണുന്ന പോലെ ഒരു 3rd, 4th, 5th പൊസിഷനിലെല്ലാം ഏഞ്ചൽ ബ്രോക്കിംഗിന് തീർച്ചയായിട്ടും നിന്ന് പോകാൻ സാധിക്കുന്നത് തന്നെയാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു ഗ്രോത്ത് ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ റവന്യൂ കൂടും, ഇവരുടെ പ്രോഫിറ്റും കൂടും. അങ്ങനെയാണെങ്കിൽ മോശമല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആകാൻ സാധ്യതയുണ്ട് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി അതല്ല ഈ ഒരു സ്പേസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഈ സ്പേസിൽ തന്നെ നല്ലൊരു കമ്പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സീറോദ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവർ ഈ അടുത്തൊന്നും IPO ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെയുള്ളത് ICICI സെക്യൂരിറ്റീസ് ഓൾറെഡി അവൈലബിൾ ആണ്, എന്നാൽ അവരുടെ ഭാവി അത്ര അടിപൊളിയാണെന്നൊന്നും തോന്നുന്നില്ല. പിന്നീടുള്ളത് അപ്സ്റ്റോക്സ് ആണ്, അപ്സ്റ്റോക്സ് ഇതിനെ പറ്റിയൊന്നും മിണ്ടി കാണുന്നുമില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ലീഡറിനെ അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ പറ്റി വിശദമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള ഈ ഒരു IPOയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.